നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ കപ്പ് ഓഫ് കവിത. ഈ ആഴ്ച നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിലേക്കാണ്. ടു റീഡ് എ പോം ബൈ ജൂലിയ ഡാർലിംഗ്. ടു സീ ഹൗ ഷീ റെസ്പോണ്ടഡ് ടു ഹർ ഫേറ്റ് വെൻ ക്യാൻസർ ഹിറ്റ് ഹർ അറ്റ് ദ ഏജ് ഓഫ് 44. കീമോതെറാപ്പി എന്ന പേരുള്ള ഈ കവിതയിൽ നമുക്ക് കാണാം നമ്മുടെ ചുറ്റുമുള്ള വലിയ മനോഹരമായ ലോകം എത്രമേൽ ചുരുങ്ങുമെന്ന് ക്യാൻസർ പോലുള്ള ഒരു മഹാരോഗം വരുമ്പോൾ. Our big plans about our future, they will all get reduced to small things, small concerns. എല്ലാം ഇങ്ങനെ ചുരുങ്ങുകയാണ്, ചെറുതിലേക്ക് ചുരുങ്ങുകയാണ്. This poem is very close to me. Its images resonate in my ears. കാരണം എൻ്റെ ഒരുപാട് വേണ്ടപ്പെട്ടവർ they succumb to this thing, the big C, cancer. എൻ്റെ അച്ഛൻ, അതുപോലെ എൻ്റെ ഭാര്യ ദിവ്യയുടെ അച്ഛനമ്മമാർ ഒക്കെ ഇതിന് കീഴടങ്ങിയവരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ കവിത വല്ലാതെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. I did not imagine being bald at 44. I didn't have a plan. Perhaps a scar or two from growing old. Hot flushes. I'd sit fluttering a fan. No one in this world, I believe, can be prepared for something like cancer. പ്രായമാവുമ്പോൾ നമ്മൾ ക്ഷീണിച്ചെന്ന് വരാം, തളർന്നെന്ന് വരാം, നമ്മുടെ ശക്തി ക്ഷയിച്ചെന്ന് വരാം, അല്ലറ ചില്ലറ അസുഖങ്ങൾ ബാധിച്ചെന്ന് വരാം. ബട്ട് ക്യാൻസർ, യു ക്യാൻ നെവർ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പെർഹാപ്സ് എ സ്കാർ ഓർ ടു ഫ്രം ഗ്രോയിങ് ഓൾഡ്. ഹോട്ട് ഫ്ലഷസ്. ഐഡ് സിറ്റ് ഫ്ലട്ടറിങ് എ ഫാൻ. കവി പറയുക, ദീസ് തിങ്സ് ആർ മാനേജബിൾ. ഇല്ലേ, ഇതൊക്കെ പ്രായമാകുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ബട്ട് ക്യാൻസർ, അതൊരു വെള്ളിടി പോലെയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ വരുന്നത്, വന്ന് വീഴുന്നത്. യു ക്യാൻ നെവർ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. യു ക്യാൻ നെവർ പ്ലാൻ ഫോർ ദാറ്റ്. ബട്ട് ഐ എം ബോൾഡ് ആൻഡ് ഹാർഡ്ലി എവർ വാക്ക് ബൈ ഡേ. ഐ എം ദ ഇൻവാലിഡ് ഓഫ് ദീസ് റൂംസ്, സ്റ്റിറിംഗ് സൂപ്സ്, awake in the half dark, not answering the phone when it rings. That sudden boldness points to Halo's chemotherapy, the big C. പുതിയ ജീവിതത്തിനോട് പൊരുത്തപ്പെട്ട് വരികയാണ്. I can see her, the poet, not taking her phone. I can understand her there. കാര്യം തുടക്കത്തിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത് ദ ടോൺ ഓഫ് സിമ്പതി. ഓരോരുത്തരും വിളിച്ചിട്ട് അനുകമ്പ, അതിൻ്റെ ടോൺ തന്നെ നമുക്ക് വെറുത്തു പോകും. അതുപോലെ യു ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് റിപ്പീറ്റിംഗ് യുവർ സെൽഫ്. ആൾക്കാർ വിചാരിച്ച് എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇന്നലെ പോയിട്ട് എന്തായി, റിസൾട്ട് എന്തായി, ഇത് പറഞ്ഞ് മടുക്കും. സോ യു വോണ്ട് ടു റൺ അവേ ഫ്രം ഇറ്റ് ഓൾ. അതിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ തോന്നും. യു റിമെയിൻ അലൂഫ്, ഇൻഡോഴ്സ്, സ്റ്റിറിങ് സൂപ്സ്, നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി. ആൻഡ് അറ്റ് നൈറ്റ് യു സ്റ്റേ ഹാഫ് awake while the whole house has gone to sleep. നിങ്ങൾ മാത്രം ഉറങ്ങാതിരിക്കും. ഈ മനോഹരമായ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരെല്ലാവരും ഈ ലോകവുമെല്ലാം നിങ്ങളെയും കടന്ന് ഇനിയും ഇവിടെ തുടരും. നിങ്ങളുണ്ടാവില്ല എന്നുള്ള ഒരു ഭയങ്കര വിങ്ങലാണ്. I never thought that life could get this small, that I would care so much about a cup, the taste of tea, the texture of a shawl, and whether or not I should get up. I'm not unhappy. I have learned to drift and sip. The smallest things are gifts. For the first time in her life, the poet begins to see the beauty or the magic of little things around her. The shape of that cup, the taste of tea,
the texture of a shawl, whether to get up from her bed or not. The point tells us that she's not unhappy because she has learned to drift and sip. ആ വാക്ക് ഡ്രിഫ്റ്റ് എന്നെ അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നതാണ്. പണ്ട് ഈ ക്യാൻസർ വന്നച്ഛൻ കിടപ്പിലായ സമയത്ത് ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അച്ഛൻ ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചില ദിവസങ്ങളിൽ നന്നായിട്ട് കഴിക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഉന്മേഷം, രക്തപ്രസാദം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാകും. അപ്പം ഞങ്ങൾ പറയും, അച്ഛൻ നോക്ക്, അച്ഛൻ വളരെ മാറിയിട്ടുണ്ട്, നാളെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും അച്ഛൻ്റെ അസുഖം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അച്ഛൻ്റെ കണ്ണുകളിലെ തിളക്കം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ ഒരു അവസാന സ്റ്റേജിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പം ഈ രക്തപ്രസാദവും അതുപോലെ ഉന്മേഷവും ഇതൊന്നും അതിലില്ല, റിസൾട്ടിലില്ല. ഞങ്ങളൊക്കെ തകർന്നു പോകും അച്ഛനും. അപ്പോൾ അങ്ങനെ പോകെ അച്ഛനും ഇതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമെത്തി. അച്ഛൻ ആഹാരം അധികം കാര്യം ഇതൊന്നും വലിയ പ്രയോജനം കിട്ടുന്നില്ല. അപ്പം അച്ഛനിങ്ങനെ ലൈഫ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ വിടുന്നത് എനിക്കറിയാം. ആ ഒരു സ്റ്റേജ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ആൾക്കാർ ക്യാൻസർ വന്നാണോ നിരാശ വന്നാണോ മരിക്കുന്നതെന്നുള്ളത്. അതിൽ ആദ്യത്തേത് അളക്കാൻ വേണ്ടിയുള്ള സംവിധാനം മാത്രമേ നമ്മുടെ ആശുപത്രികളിലുള്ളൂ, അല്ലേ? പക്ഷേ കവി തൻ്റെ അവസാന നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. ദ കപ്പ്, ദ ടേസ്റ്റ് ഓഫ് ടീ, ദ ടെക്സ്ചർ ഓഫ് എ ഷോൾ, എല്ലാം ശുഷ്കമായി മാറിയ തൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞു കാര്യങ്ങളും അമൂല്യമായ സമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയുന്നിടത്ത് ഈ കവിത തീരുന്നു. The smallest things are gifts. I did not imagine being bald at 44. I didn't have a plan. Perhaps a scar or two from growing old, hot flushes. I'd sit fluttering a fan. But I'm bald and hardly ever walk by day. I'm the invalid of these rooms, stirring soups, awake in the half dark, not answering the phone when it rings. I never thought that life could get this small, that I would care so much about a cup, the taste of tea, the texture of a shawl, and whether or not I should get up. I'm not unhappy. I have learned to drift and sip. The smallest things are gifts.